നാട്ടിലൊക്കെ ഇപ്പൊ നല്ല മഴക്കാലല്ലേ. എനിക്കൊക്കെ പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമറ്റ് ആണ് മഴക്കാലം. പക്ഷെ നിങ്ങളുടെ വീട്ടിലൊരു നവജാത ശിശുണ്ടോ? എങ്കിൽ നെൽസൺ ടെക്സ്റ്റ് ബുക്ക് ഓഫ് പീഡിയാട്രിക്സ് പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, കുട്ടികളെ എടുക്കുന്നതിന് മുമ്പോ അതേപോലെ പാൽ കൊടുക്കുന്നതിന് മുമ്പോ കൈ നന്നായി കഴുകാൻ ശ്രമിക്കണം. കാരണം ഈ കൈകളിലെ അണുക്കളൊക്കെ പെട്ടെന്ന് കുട്ടികളിലേക്ക് പകരും, അതുകൊണ്ടാണ്. അതേപോലെ ഈ മഴക്കാലത്ത് ഈ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും മാതാവ് ചൂടുള്ള വെള്ളവും ചൂടുള്ള ഭക്ഷണവും തന്നെ കഴിക്കാൻ ശ്രമിക്കണം. അതേപോലെ ഈ മഴക്കാലത്തുണ്ടല്ലോ, ഈ കുട്ടികളുടെ തുണി ഉണങ്ങാൻ ഭയങ്കര പാടുള്ള ഒരു ടൈമാ. അപ്പൊ ഈ കുട്ടികളുടെ തുണിയിൽ ഈ ചെറിയ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുട്ടിയുടെ തുണി ഉണങ്ങിയിട്ടുണ്ടോ ശ്രദ്ധിക്കണം. ഇനി ഉണങ്ങിയിട്ടൊന്നും ഇല്ലാന്ന് കണ്ടാൽ നിങ്ങൾ അത് അയൺ ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറും. അതേപോലെ ഈ ജലദോഷം പനിയൊക്കെ ഉള്ളവർ കുട്ടികളുടെ അടുത്തേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വായുവിലൂടെ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ജലദോഷം പനിക്കുള്ളവർ മാക്സിമം കുട്ടികളുടെ അടുത്തേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഒരു ഷെയർ ചിലപ്പോൾ ഒരു കുഞ്ഞിനെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചേക്കാം. നന്ദി, നമസ്കാരം.